ഹലോ നമസ്കാരം, എല്ലാവർക്കും സൈലം പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഏറെ നാളായി കാത്തിരിക്കുന്ന, മുൻപ് നമ്മൾ വളരെ പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഔട്ടായ വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ SBCID അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ PSC ഔട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോ നമ്മൾക്കിപ്പോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുത്ത ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിന് തയ്യാറെടുക്കുന്നവരും അതുപോലെ ഇനി തയ്യാറെടുക്കാൻ പോകുന്നവർക്കും ഒക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇനി വരാൻ പോകുന്നത്. കാരണം കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ഒരു നോൺ യൂണിഫോം പോസ്റ്റ്, കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്, പക്ഷെ ഒരു യൂണിഫോം പോസ്റ്റ് അല്ല എങ്കിൽ പോലും പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ തന്നെ SBCID അസിസ്റ്റന്റ് ആകാനായിട്ടുള്ള നിങ്ങളുടെ ഒരു മികച്ച അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോ കേരള പോലീസ് സർവീസിലേക്ക് ഇപ്പോ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് പരീക്ഷയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഈ വരുന്ന ജൂൺ 4 മുൻപായി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അപേക്ഷ സബ്മിറ്റ് ചെയ്യണം. അപ്പോ ഇതിനെക്കുറിച്ച് കുറെ അധികം ആശങ്കകൾ, സംശയങ്ങൾ, കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. ഇത് നമുക്ക് എഴുതാൻ പറ്റുമോ? ഇതിന് ഫിസിക്കൽ ഉണ്ടോ? ഇനി ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ ഇത് എഴുതാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ കുറെ സംശയങ്ങൾ ഉണ്ടാവും. കാരണം ഈ പരീക്ഷ വിളിച്ചിരിക്കുന്നത് ഡയറക്റ്റ് കേരള പോലീസ് വകുപ്പാണ്, ഈ ഒരു റിക്രൂട്ട്മെന്റിന്റെ പ്രധാന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്തോളൂ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു യൂണിഫോം പോസ്റ്റ് അല്ല, പക്ഷെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ എടുക്കുന്ന ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ എന്ത് വേണ്ട? നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഇതിനകത്ത് വേണ്ട. നിങ്ങൾക്കൊരു ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഒരു ബിരുദം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ് ഇത്, ഈ പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് പരീക്ഷ. കാരണം ഇതിന്റെ ശമ്പള സ്കെയിലൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറി പാക്കേജ് ഒക്കെ ഉള്ള ഒരു പോസ്റ്റാണ് ഇത്. 31,100 മുതൽ 66,800 വരെയാണ് ഇതിന്റെ ശമ്പള സ്കെയില് വരുന്നത്. ഇനി ഇതിന്റെ ഒഴിവുകൾ, അപ്പൊ എല്ലാവരും കഴിഞ്ഞ തവണ തന്നെ ഈ SBCID അസിസ്റ്റന്റ് പരീക്ഷ വന്നപ്പോ പല ഉദ്യോഗാർത്ഥികളും പറഞ്ഞാണ് ഇതിന് അധികം ഒഴിവുണ്ടാവില്ല, ഇത് കുറച്ചേ ഉണ്ടാവുള്ളൂ, ഇത് എത്ര പേരെ എടുക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല, ഭയങ്കര ആശങ്കകളൊക്കെ പറഞ്ഞ ഒരു പോസ്റ്റ് ആയിരുന്നു അന്ന്. എന്നാൽ ഇന്നത് പറയുന്നു, കഴിഞ്ഞ ഫെബ്രുവരി മാസം വരെയുള്ള കണക്കുകൾ എടുത്താൽ 180ഓളം അഡ്വൈസുകൾ ഇതിനോടകം തന്നെ SBCID അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇനി വരാൻ പോകുന്ന ഈ റിക്രൂട്ട്മെന്റിൽ അതിൽ കൂടുതലൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്റുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും വളരെ കാര്യമായി തന്നെ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക്, കാരണം ഇപ്പം നമുക്ക് വരാൻ പോകുന്ന പരീക്ഷ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയാണ്. എല്ലാവരും അതിന്റെ ഒരു ചൂടിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ ആ ചൂടിലൊക്കെ നിൽക്കുന്നവർക്ക് വീണ്ടും ആ ചൂട് അവസാനിപ്പിക്കാതെ തന്നെ തുടരാൻ പറ്റുന്ന, നിങ്ങളുടെ പഠനം വീണ്ടും ഒന്ന് തുടർന്ന് അടുത്തൊരു ട്രൈ കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു അട്രാക്റ്റീവ് പോസ്റ്റ് തന്നെയാണിത്. അതുപോലെ ഇപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ പുതുതായിട്ട് ഞാനൊരു ഡിഗ്രി ലെവൽ എക്സാമിനേഷന് തയ്യാറെടുക്കാൻ പോവുകയാണ് എന്നുള്ള ഉദ്യോഗാർത്ഥികൾക്കും നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏറ്റവും മികച്ച ഒരു അവസരമാണ്. കാര്യം കുറച്ച് ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. പൊതുവേ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജോലി കിട്ടുക എന്നുള്ളത് വളരെ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു അവസരം നന്നായി സാധ്യമാക്കി എടുക്കാൻ ഈ ഒരു പോസ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് പറ്റും. അപ്പോ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ പ്രതീക്ഷിത ഒഴിവുകൾ എന്നാണ് ഇപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞെങ്കിലും നമുക്ക് നന്നായി തന്നെ ഒഴിവുകൾ പ്രതീക്ഷിക്കാം. കാരണം ഞാൻ കഴിഞ്ഞ ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞു, കഴിഞ്ഞ ഫെബ്രുവരി മാസം വരെ ഏകദേശം 180ഓളം അഡ്വൈസുകൾ ഇതിനോടകം തന്നെ പോയൊരു പോസ്റ്റാണ് SBCID അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ലഭിക്കുന്ന ഒരു ബിരുദം ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണ് ഈ ഒരു പോസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഒരു ബിരുദം ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു ബിരുദം ഉണ്ടായാൽ മാത്രം മതി. ഇനി നിയമന രീതി ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രായപരിധിയാണ് പ്രശ്നം. കാര്യം നമ്മളിപ്പോ ഒരു SI എക്സാമിനേഷൻ, സബ് ഇൻസ്പെക്ടർ എക്സാമിനേഷൻ ഒക്കെ നോക്കുമ്പോൾ 31 വയസ്സ് വരെയൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ. CPOയ്ക്കും അതുപോലെയാണ്. ഇത് യൂണിഫോം പോസ്റ്റിന്റെ കേസാണ്. ഇത് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, റെഗുലറായി നമ്മളൊരു ഡിഗ്രി ലെവൽ എക്സാമിനേഷന് തയ്യാറെടുക്കുന്നവരുടെ അതേ ക്വാളിഫിക്കേഷൻ തന്നെ ഇതിനും പറഞ്ഞു. 18നും 36 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏതൊരു വ്യക്തിക്കും SBCID അസിസ്റ്റന്റ് എന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ പരീക്ഷ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോ അതിന്റെ ഒരു ഡേറ്റ് പറയുന്നത് 2/1/1989നും 1/1/2007നും ഇടയിൽ ജനിച്ച ഏതൊരു വ്യക്തിക്കും ഏത് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം? ഈ SBCID അസിസ്റ്റന്റ് എന്ന പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു നേരിട്ടുള്ള നിയമനമാണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ബിരുദമാണ്. ഇനി
അടുത്തത് ഇത് എങ്ങനെ പഠിക്കും, ഇതിന്റെ സിലബസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. നിങ്ങളിപ്പോ സാധാരണഗതിയിൽ ഒരു സെക്രട്ടേറിയറ്റ് എക്സാം അസിസ്റ്റന്റ് പരീക്ഷ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ പ്രിലിമിനറിക്ക് നൽകിയിരിക്കുന്ന സിലബസ് അതൊക്കെ തന്നെയാണ് എന്തിന്റെയും സിലബസ്, ഈ പറയുന്ന SBCID അസിസ്റ്റന്റിന്റെയും സിലബസ്. കഴിഞ്ഞ പോസ്റ്റ് 2019 കാലയളവിലാണ് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ നടന്നത്. ഇത്തവണ ഇനി സ്പെഷ്യൽ ടോപ്പിക് കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടാകുമെങ്കിലും നമുക്ക് പ്രിലിമിനറി എന്ന് പറയുന്ന പോസ്റ്റിൽ എന്താണ് ജനറൽ ആയിട്ടുള്ള നമ്മുടെ സാധാരണയുള്ള ഹിസ്റ്ററിയും അതിനകത്ത് മധ്യകാല ഇന്ത്യൻ ചരിത്രം, അതുപോലെ തന്നെ ആധുനിക ഇന്ത്യൻ ചരിത്രം, അതുപോലെ കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ തന്നെ ഈ പറയുന്ന കേരള ഗവേണൻസ്, ഇംഗ്ലീഷ്, മലയാളം, അങ്ങനെയുള്ള നമ്മുടെ സാധാരണയുള്ള നമ്മുടെ ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷന്റെ പ്രിലിമിനറി സിലബസ് ആണ് സാധാരണ വരാറുള്ളത്. മാർക്കിന് വേരിയേഷൻസ് ചിലപ്പോൾ സംഭവിക്കാം, എന്നാലും സിലബസിനോ പഠിക്കേണ്ട കാര്യങ്ങൾക്കോ യാതൊരു വിധമായ വ്യത്യാസവുമില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള, വീണ്ടും നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന, ഒരു ഡിഗ്രിയിലെ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് വളരെയധികം ഒരു പ്രതീക്ഷ നൽകുന്ന നല്ലൊരു പോസ്റ്റാണ് ഈ വരുന്ന SBCID അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. കാരണം ഇനി വരുന്ന നമ്മളുടെ കുറച്ച് നാളുകളിൽ നമുക്ക് കുറച്ചധികം ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതിൽ നമ്മൾ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു SBCID അസിസ്റ്റന്റ് എന്ന ഈ ഒരു പോസ്റ്റ്. ഓക്കെ, അപ്പൊ അതിന്റെ സിലബസിന്റെയും കാര്യങ്ങളുടെയും ഒക്കെ വിശദമായിട്ടുള്ള കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു. നിങ്ങൾ പ്രത്യേകിച്ചൊരു സാധനം പുതുതായിട്ട് പഠിക്കേണ്ടി വരുമോ എന്നുള്ള ആശങ്കയൊന്നും ഇതിന്റെ കേസിൽ നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ പുതുതായിട്ടൊരു കാര്യം പഠിക്കേണ്ടി വരില്ല. നിങ്ങൾ ഇതുവരെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ അതേ ചൂടിൽ അങ്ങോട്ട് പൊക്കോട്ടെ കാര്യങ്ങൾ. അതേപോലെ പുതുതായിട്ട് തയ്യാറെടുക്കുന്നവര്, എനിക്കിപ്പോ ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ, എനിക്കിപ്പോ സർട്ടിഫിക്കറ്റ് വന്നേ ഉള്ളൂ, ഞാൻ ആദ്യമായിട്ട് PSCക്ക് വരാൻ പോവുകയാണ്, ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിന് വരാൻ പോവുകയാണെന്നുള്ളവർക്കും നിങ്ങൾക്കും നിങ്ങളുടെ അവസരം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഗംഭീരമായത് അടുത്ത നോട്ടിഫിക്കേഷൻ നമ്മുടെ PSC നമുക്ക് മുന്നിൽ സമ്മാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നല്ലൊരു ശ്രമം. ഇനി ഇതിന്റെ പരീക്ഷ എപ്പോ നടക്കും? കാര്യം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്ന അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 4-നാണ്. 2025 ജൂൺ 4. ഓക്കെ, അപ്പോ ജൂൺ 4-ന് മുമ്പ്, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 4/6/2025 രാത്രി 12 മണിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രൊഫൈലിൽ പോയി, കേരള PSCയുടെ പ്രൊഫൈലിൽ പോയിട്ട് ലോഗിൻ ചെയ്ത് ഈ പരീക്ഷ അപ്ലൈ ചെയ്യണം. അതിന് മുന്നോടിയായി തന്നെ അവസാന നിമിഷം വരെ ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ ഇനി പുതുതായിട്ട് ലോഗിൻ ചെയ്യാത്തവർ, അതായത് ആദ്യമായിട്ട് PSC പ്രൊഫൈൽ ഉണ്ടാക്കുന്നവർ എന്ത് ചെയ്യുക? എത്രയും പോയി പെട്ടെന്ന് പോയി നിങ്ങളുടെ ഒരു പ്രൊഫൈല് തുളസി വെബ്സൈറ്റിൽ പോയി ലോഗിൻ ചെയ്യുക. ഫോട്ടോയും നിങ്ങളുടെ ക്വാളിഫിക്കേഷനും ഒക്കെ കൊടുത്ത് എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക? നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. നേരത്തെ ഉള്ളവർ എന്ത് ചെയ്യുക? എത്രയും വേഗം, അതായത് ജൂൺ 4-ന് മുമ്പായി തന്നെ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി എങ്ങനെ പഠിക്കും, എങ്ങനെയാണ് ഇതിന്റെ പുതിയ രീതികൾ, എനിക്ക് നല്ലതായിട്ട് ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിൽ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എല്ലാ തരത്തിലുള്ളവർക്കും ഫുൾ ക്വാളിറ്റി ക്ലാസ്സുകളും ചെറിയ ഫീസോടും കൂടി തന്നെ ക്ലാസ് നൽകുന്ന ഒരു എല്ലാ കുട്ടികളുടെയും പ്രിയപ്പെട്ട സ്ഥാപനം തന്നെയാണ് നമ്മളുടെ സൈലം PSC. അപ്പോൾ തീർച്ചയായും സൈലം PSC നിങ്ങൾക്ക് SBCID അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായിട്ട് ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോ ഈ പരീക്ഷയുടെ അല്ലെങ്കിൽ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആവശ്യമായ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആൾക്കാർ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്കുകളും അതിന്റെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ആ ലിങ്കിൽ കയറി നിങ്ങളുടെ റിക്വയർമെന്റ് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ പേരും ഇതുമൊക്കെ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? രജിസ്റ്റർ ചെയ്യുക. വളരെ ചെറിയ ഫീസിൽ ഈ ഒരു പരീക്ഷയ്ക്ക് കൂടി തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും സൈലം PSCയുടെ എല്ലാം, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകരും, നമ്മുടെ മൻസൂർ അലി കപ്പുങ്കൽ സാർ നേതൃത്വം നൽകുന്ന ഏറ്റവും മനോഹരമായ ഒരു ബാച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി പ്രിപ്പറേഷൻ വൈകണ്ട. ഒരു പരീക്ഷ ഇപ്പൊ നടക്കാൻ പോകുന്നുണ്ട്, അതേ ഫ്ലോയിൽ പോകേണ്ടവർക്ക് അങ്ങനെ പോകാം. പുതുതായി തുടങ്ങേണ്ടവർക്ക് ഇന്ന് തന്നെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള നിങ്ങളുടെ എൻക്വയറി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് എന്തായാലും എന്ത് ചെയ്യുക? നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാനും താല്പര്യമുള്ളവര് നമ്മുടെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അപ്പോ ഈ പരീക്ഷയുടെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 17/2025 ആണ്. വകുപ്പ് കേരള പോലീസ് സർവീസ് ആണ്. നമ്മളുടെ പോസ്റ്റിന്റെ പേര് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ്, SBCID അസിസ്റ്റന്റ് എന്നായിരിക്കും ഈ പോസ്റ്റിന്റെ പേര്. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങളും കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം. തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.